നീതി സൂര്യശോഭയാലൻ അല്ലലിരുൾ മാറിടും. ഭീതിയും അനീതിയുമങ്ങില്ല ലേശവും. നീതി സൂര്യ ശോഭയാലൻ നല്ലലിരുൾ മാറിടും. ഭീതിയും അനീതിയുമങ്ങില്ല ലേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ. ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശോകം രോഗം യുദ്ധം കൃത്ത ജാതികളിൻ വിപ്ലവം. പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ശോകം രോഗം യുദ്ധം കൃത്ത ജാതികളിൻ വിപ്ലവം. പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. പുത്തനാം യെരൂശലേമിൽ എത്തും കാലമോർക്കുമ്പോൾ. ഈ ധാരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങുവാനും ഉണരുവാനും കർത്താവിൻ്റെ പാദപിടെ ചാർന്നിരിപ്പാനും തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം. ഈ നല്ല വിശുദ്ധ ദിവസത്തിൽ അപ്പാ പിതാവേ എന്ന് നോക്കി വിളിക്കുകയാ. എൻ്റെ കർത്താവ് എത്ര നല്ലവൻ, എത്ര വലിയവനാ. ഹല്ലേലൂയ. മാർച്ച് മാസത്തിൻ്റെ 16-ാമത്തെ ദിവസവും ദാനമായി തന്നതോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കട്ടെ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ, ഉള്ളതുപോലെ അറിയുന്നവൻ അവിടുന്നാണ്. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടത് നിശ്ചയമാണ്. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സഹായിച്ച ദൈവം ഇന്നും നടത്തുവാൻ സർവശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ യന്ത്രകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഇത് പരീക്ഷാ കാലഘട്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെയിരിക്കണം. നന്നായി പഠിച്ച് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. ഇത്രത്തോളം സഹായിച്ച ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൺമണി പോലെ സൂക്ഷിക്കുമാറാകണം. റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ജയം കൊടുത്തും അനുഗ്രഹിക്കണം. അങ്ങനെ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവഭയത്തിലും കൃപയിലും ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ശത്രു കാണരുതേ, അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകരുതേ. കർത്താവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സമയം ഹല്ലേലൂയ. കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഉപജനമാർഗത്തിൻ്റെ വഴിവാതിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുക്കണമേ. ആരും വലയുവാനും ഭാരപ്പെടുവാനും സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാനും സഹായിച്ചു കൊള്ളണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തോണേ, സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത പൈതങ്ങളെ കൊടുത്ത് സഹായിക്കണമേ കർത്താവേ. ദൈവമായ കർത്താവെ, ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണം, സമാധാനത്തോടായിരിക്കാൻ ഇടയാക്കണം. ദൈവമേ, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗവും സ്വർഗത്തിലെ അപ്പച്ച വാഴ്ത്തി അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. നഷ്ടം കൂടാതെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കർത്താപ്പച്ചൻ കരുതി ഒരുക്കി കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, മറുപടിക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. സ്വർഗം സഹായിച്ചാട്ടപ്പ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. ഓരോ വാഹനത്തിലും കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം ചേർത്ത് പിടിച്ചോണപ്പ. ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പനവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പൻ തലചായ്ക്കാൻ ഭവനം കൊടുക്കണമേ. ഭവനം പണിയുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ. അത്ഭുതവാനേ, വീരനാ ദൈവമേ, നിത്യപിതാവേ, സ്വർഗീയ കലവറ തുറക്കണമേ. ഭവനം പണി പൂർത്തീകരിക്കണം, അതിൽ പാർക്കുവാനുള്ള ഭാഗ്യം കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ. രോഗികളായി ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഞങ്ങളൊന്ന് സമർപ്പിക്കട്ടെ കർത്താവേ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും രോഗക്കിടക്കുകളിലായിരിക്കുന്ന അതിവേദനകളിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. നാഥ, നീ രോഗിക്ക് നല്ല വൈദ്യന, രോഗം നീക്കുന്ന മരുന്ന. ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് തൊട്ടാൽ മതി കർത്താവേ. അവിടുന്ന് സൗഖ്യം പുറപ്പെടുമല്ലോ. നാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തൊട്ട് സുഖപ്പെടുത്തണമേ. അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സകല രോഗത്തിൻ്റെ മേലും ഓരോ മക്കളുടെ മേലും
ആണിപ്പഴുതുള്ള കരമൊന്ന് വയ്ക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. ഈ സമയം ഹാലലി വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അപ്പോൾ ആ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന എൻ്റെ കർത്താവ് ഓരോ മക്കളെയും ആശ്വസിപ്പിച്ച് വഴി നടത്തണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, അനാഥരെ, വിധവകളെ എല്ലാം സംരക്ഷിക്കുന്ന ദൈവം അവിടുന്ന് എല്ലാവരെയും കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. വിശ്വസ്തയോടെ ദൈവകൃപയോടെ എല്ലാം ചെതിർപ്പാൻ കൃപ നൽകണമേ. കർത്താവെ, സുവിശേഷ വേലകളെയും വേലക്കാരെയും ഏൽപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപ ഓരോ മക്കളുടെ മേലും വേണമപ്പാ. എല്ലാ പ്രയാസ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവിൻ്റെ വേല ചെയ്യുന്ന മക്കളെ പൂർണ്ണമായും വിടുവിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ ഓരോ വഴിയാത്രയിലും വാഹനത്തിലും കൂടെയിരിക്കണം. ഏറിയ ദൈവകൃപയിൽ ഞങ്ങളെ നടത്തണം. പാപം കൂടാതെ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയെക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.